നമസ്കാരം. സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് സർക്കാർ നിശ്ചയിച്ച സമയപരിധി തീയതി ഇന്ന് ഒക്ടോബർ 8-ാം തീയതിയോടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ നിമിഷം വരെ തീയതി നീട്ടുമോ എന്ന കാര്യത്തിൽ അറിയിപ്പുകൾ വന്നിട്ടില്ല. അറിയിപ്പുകൾ വന്നാൽ മറ്റൊരു വീഡിയോ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇനിയും 48 ലക്ഷത്തിൽ പരം ആളുകൾ മസ്റ്ററിംഗ് നടത്താനുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇപ്പോൾ അസാധുവാക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് പൂർണ്ണമായിട്ട് കാണുക. എല്ലാവരും തന്നെ വീഡിയോ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. മുൻഗണനാ കാർഡുകളായിട്ടുള്ള മഞ്ഞ, പിങ്ക് എന്നിവയിലെ 1,53,00,000 വരുന്ന അംഗങ്ങളിൽ 1 കോടിയിൽ പരം ആളുകൾ, അതായത് 68% ആളുകൾ മാത്രമാണ് ഈ നിമിഷം വരെ മസ്റ്ററിംഗ് നടത്തിയായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ 2024 വർഷം മാർച്ച് മാസം ഇ-പോസ് യന്ത്രങ്ങളിലെ തകരാർ കാരണം അന്ന് മസ്റ്ററിംഗ് നിർത്തിവെച്ചിരുന്നു. പിന്നീട് അത് സെപ്റ്റംബർ 18-നാണ് പുനരാരംഭിച്ചത്. ജില്ലകളെ 3ആയിട്ടൊക്കെ തിരിച്ചുകൊണ്ട് നിർദ്ദിഷ്ട തീയതികളിൽ മസ്റ്ററിംഗ് നടത്താനുള്ള ഒരു ക്രമീകരണമായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. അതാണ് ഇന്ന് ഒക്ടോബർ 8-ാം തീയതിയോടെ അവസാനിച്ചിരിക്കുന്നത്. ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളും റേഷൻ കടകളിലെത്തി ഇ-പോസ് യന്ത്രങ്ങളിൽ വിരൽ പതിപ്പിച്ചുകൊണ്ട് അവർ ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഒക്ടോബർ മാസം 31-നകം തന്നെ ഈ ഒരു റേഷൻ കാർഡ് മസ്റ്ററിംഗ് സംസ്ഥാനം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്രം കത്തയച്ചത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ സമയബന്ധിതമായി തന്നെ നടപടി പൂർത്തിയാക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതും മസ്റ്ററിങ്ങിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചതും വിവിധ ഘട്ടങ്ങളായിട്ട് ജില്ലകൾ തിരിച്ച് മസ്റ്ററിംഗ് നടത്തുവാനും തീരുമാനിച്ചത്. എന്നാൽ ആധാർ കാർഡിലെയും അതോടൊപ്പം തന്നെ റേഷൻ കാർഡിലെയും പേരുകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കാരണം ഇലക്ട്രോണിക് KYC എന്ന, അതായത് ഉപഭോക്താവിനെ തിരിച്ചറിയുന്ന മസ്റ്ററിംഗ് പ്രക്രിയയിൽ കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് റേഷൻ കാർഡുകൾ ഇപ്പോൾ അസാധുവാക്കപ്പെട്ടിരിക്കുകയാണ്. റേഷൻ കടകളിലെ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ ഇ-പോസ് മെഷീനുകളിൽ വിരലടയാളം നൽകിയവർ അവരെല്ലാവരും തന്നെ ഈ ഒരു ഇലക്ട്രോണിക് KYC എന്ന പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതായിട്ടാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം താലൂക്ക് സപ്ലൈ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ ഇവയെല്ലാം തന്നെ കൃത്യമായി അവലോകനം ചെയ്തതിനെ തുടർന്നാണ് ഈ പൊരുത്തക്കേടുകൾ കണ്ടെത്തുകയും ഇത്തരത്തിൽ റേഷൻ കാർഡുകളൊക്കെ അസാധുവാക്കൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ തുടർ നടപടികൾ തീരുമാനമായിട്ടില്ല എന്നതാണ് റേഷൻ കാർഡ് ഉടമകളെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്നത്. ഇലക്ട്രോണിക് KYC എന്ന പ്രക്രിയ അത് പൂർത്തിയാക്കിയവരിൽ റേഷൻ കാർഡുകളിലും അതുപോലെ തന്നെ ആധാറിലുമൊക്കെ തന്നെ പേരുകൾ തമ്മിൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തുകയായിരുന്നു. ഈ പൊരുത്തക്കേടുകളിൽ 30% കൂടുതലാണെങ്കിലാണ് ഈ ഒരു ഇലക്ട്രോണിക് KYC എന്ന മസ്റ്ററിംഗ് പ്രക്രിയ അസാധുവായി കണക്കാക്കുന്നത്. ഈ സാഹചര്യം ഒരുപക്ഷെ റേഷൻ സാധനങ്ങളൊക്കെ തന്നെ തടഞ്ഞു വയ്ക്കാനും സാധ്യതയുണ്ട്. അതേസമയം ഇലക്ട്രോണിക് KYC അത് അസാധുവാക്കപ്പെട്ടവരുടെ തുടർ നടപടികൾ അതെന്തായിരിക്കും എന്നത് സംബന്ധിച്ച് ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. സംസ്ഥാനത്താകട്ടെ ഇതുവരെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകൾക്കായിട്ട് ഏതാണ്ട് 1,56,00,000 ആളുകൾ ഇലക്ട്രോണിക് KYC പ്രക്രിയകളാണ് പൂർത്തിയായിരിക്കുന്നത്. 20 ലക്ഷത്തിലധികം വ്യക്തികളുടെ ഇലക്ട്രോണിക് KYC സാധുത ഇനിയും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇതുകൂടി പൂർത്തിയാകുമ്പോൾ അസാധുവായ കേസുകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. സംസ്ഥാനത്താകട്ടെ ഇലക്ട്രോണിക് KYC എന്ന മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് ഒക്ടോബർ 8-ാം തീയതി ചൊവ്വാഴ്ചയോടെ അവസാനിച്ചിരിക്കുകയാണ്. കാലാവധി അവസാനിച്ചതിന് ശേഷം അസാധുവാക്കിയ കേസുകൾ സംബന്ധിച്ച തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതുമാത്രമല്ല, കിടപ്പ് രോഗികൾ, വിരലടയാളത്തിലുള്ള ബയോമെട്രിക് വിവരങ്ങളിൽ പതിയാത്തവർ, ഇനി അതുപോലെ തന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവരുടെയൊക്കെ തന്നെ മസ്റ്ററിംഗ് നടത്താനായിട്ട് പ്രത്യേക സംവിധാനവും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ അറിയിച്ചാൽ കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിലും ചില സ്ഥലങ്ങളിലൊക്കെ തീരുമാനങ്ങളായിട്ടില്ല. ചില റേഷൻ വ്യാപാരികൾ കണ്ണിലെ കൃഷ്ണമണി സ്കാൻ ചെയ്യാൻ ഐറിസ് സ്കാനർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിന് വില കൂടുതലായതിന് തന്നെ എല്ലാ വ്യാപാരികൾക്കും അത് വാങ്ങാനും സാധിക്കില്ല. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ തന്നെ മസ്റ്ററിങ്ങിനുള്ള സമയം ഇനിയും നീട്ടി നൽകണമെന്നാണ് ഇപ്പോൾ വ്യാപാരികളുടെ സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.